അത് ഞാനിപ്പോ BSc ഗ്രാജുവേറ്റ് ആയി. കണ്ണൂര് കൃഷ്ണമേനോൻ കോളേജ്. അതെ. അതെ. ഇപ്പൊ BSc കഴിഞ്ഞിട്ട് ഇത് കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഉള്ളത്. എന്തിനാ പോവാൻ പ്ലാൻ? ഹയർ സ്റ്റഡീസിനാണോ? കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ, BSc കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഓപ്ഷൻസ്. ഒന്ന് ഹയർ സ്റ്റഡീസിന് പോകണോ, അല്ല ജോബ് നോക്കണോ, ജോബ് ഇന്ത്യയിൽ വേണോ എബ്രോഡ് വേണോ, കെമിസ്ട്രിയിൽ നിന്ന് മാറി വ്യത്യസ്തമായ വിഷയങ്ങളിലേക്ക് പോകണോ, ടീച്ചിങ്ങും എഡ്യൂക്കേഷനും ഒക്കെയാണോ താല്പര്യം, അല്ല ഗവൺമെൻറ് പബ്ലിക് സെക്ടർ UPSC സയൻറ്റിഫിക് ജോബുകളിൽ ലാബ് ജോബുകൾ, അല്ല സ്വന്തം സർവീസും സ്റ്റാർട്ടപ്പും തുടങ്ങണോ, അല്ല വേറെ വഴി മാറിയിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ വിഷയങ്ങളൊക്കെ പഠിച്ച് വല്ല ജോലിയും തപ്പണോ. ഇപ്പം ഗ്രാജുവേഷന് പോകുന്ന സമയത്ത് അന്ന് മുമ്പിൽ കിട്ടിയതിൽ കയറിയെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചവിട്ടി മാറ്റാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പം ആദ്യം അറിയേണ്ടത് ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. റിസർച്ചും മാസ്റ്റേഴ്സും ഒക്കെ ആണെങ്കിൽ ആ വഴി, ഇൻഡസ്ട്രി ആണെങ്കിൽ ആ വഴി, ടീച്ചിങ് ആണെങ്കിൽ ആ വഴി, അല്ല വേറെ മറ്റ് ഇതൊക്കെയാണ് ഗവൺമെൻറ് ജോലികളൊക്കെയാണ്. അല്ല ഇനി എഡ്യൂക്കേഷൻ ആണെങ്കിൽ IIT കിട്ടാനുള്ളത്, ജാം, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എക്സാമിനേഷൻ, PG എവിടെയൊക്കെ പോകാൻ പറ്റും, GRE IELTS ഒക്കെ എഴുതി എബ്രോഡ് പോകാനുള്ള പ്ലാൻ ഉണ്ടോ. ഇനി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന് സപ്ലിമെൻ്റ് ആയിട്ടുള്ളത് പഠിച്ചിട്ടുണ്ടോ, അതിന് പഠിക്കാൻ പിന്നെ ഈ അഡ്മിഷൻ കിട്ടുന്നത് വരെ മാസ്റ്റേഴ്സ് ആയാലും ജോലി കിട്ടുന്നത് വരെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ്. ഓൺലൈൻ ഇഷ്ടംപോലെ അപ്സ്കിൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ പൈത്തൺ പഠിച്ചോ? പൈത്തൺ ഫോർ കെമിസ്റ്റ് എവിടെയാ ജോയിൻ ചെയ്തത്? ഇതൊന്നും ചെയ്യരുത്. കേരളത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് വീട്ടിനടുത്തുള്ള ഏതെങ്കിലും, അവരൊന്നും ഇതുവരെ ലോകത്തിന്റെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളുടെ ഒന്നും നോളജ് കിട്ടുന്നവരല്ല. ചെയ്തത് പോട്ടെ, അത് ആരെങ്കിലും നിങ്ങൾ വീട്ടിനടുത്തുള്ള ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചാലൊന്നും ഒരു വിലയും ഉണ്ടാവില്ല. ഇന്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അവർ നല്ല അസൈൻമെന്റ്സ് തരും. ഇതൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ. എന്തിനാ വെറുതെ കാശ് മുടക്കിയിട്ട് തൊട്ടടുത്ത് പോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് പഠിക്കണം. കെംഡ്രോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർസും ഒക്കെ ഉണ്ട്. ഒറിജിൻ, പൈത്തൺ, ഇതൊക്കെ പഠിക്കുക. അതേപോലെ ഇന്റേൺഷിപ്സ് എവിടെയെങ്കിലും കിട്ടുമോ? CSIR ലാബുകൾ, അവരൊക്കെ ഇന്റേൺഷിപ്പ് വിളിക്കുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അടക്കം. ചില ഫാർമ കമ്പനികളിൽ ബയോളജി ബോട്ടണി താല്പര്യത്തിലാണ് കെമിസ്ട്രി എങ്കിൽ അവിടെയും കിട്ടും. അങ്ങനെ ഒരു 100 എണ്ണം അയക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. പക്ഷെ അയക്കണം. അയക്കുമ്പോഴാണ് നമുക്ക് ലോകം അറിഞ്ഞു എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതിൽ ഏതാണ് ഹയർ സ്റ്റഡീസ് ആണോ, അക്കാഡമിക്സ് ആണോ, ജോബാണോ, കോമ്പറ്റിറ്റീവ് എക്സാംസ് ആണോ, ആ കഴിവനുസരിച്ചിട്ടുള്ള തീരുമാനം സ്വന്തം എടുക്കുക. ഞാനൊരു ചാപ്റ്റർ പോലെ എഴുതിയിരുന്നു. ഗുഡ്, വണ്ടർഫുൾ. TPSC പറഞ്ഞ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എഴുതിയത്. ശരി. അപ്പം ഈ ഇൻട്രസ്റ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു വിഷയത്തിനെ കുറിച്ച് അല്ലെ ഒരു ജോബിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോ മറ്റേത് ബെറ്റർ ആയിരിക്കുമോ അല്ലെ? അത് അല്ല, ആദ്യം ചെയ്യേണ്ടത് 1 to 10 വരെയുള്ള ഒരു വാല്യൂ, നമ്മുടെ കോൺഫിഡൻസ് ലെവല്. വെറുതെ ക്വാളിറ്റേറ്റീവ് എഴുതുന്നതിന് പകരം അതിനെ ക്വാണ്ടിഫൈ ചെയ്യുക. ഇപ്പോൾ റിസർച്ചിന് പോകാൻ താല്പര്യമുണ്ട്. 1 to 10 സ്കെയിലിൽ എവിടെയാണ് താല്പര്യം? 100% ഉണ്ടെങ്കിൽ 10, വളരെ കുറച്ചേ ഉള്ളെങ്കിൽ 0. എവിടെയാണ് നിൽക്കുക? ഒരു നമ്പർ പറ. റിസർച്ച് ഇൻട്രസ്റ്റ് എത്ര നമ്പർ? അപ്പോൾ 6ഓ 7ഓ എഴുതാം. 1 to 10 ആ ചോദിച്ചത് ഞാൻ. 7 അല്ലെങ്കിൽ 6.5 അത് എഴുതുക. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാലോ. ഇനി അതിനുള്ള കോൺഫിഡൻസ്, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി കിട്ടാനുള്ള ചാൻസ്, IIT കിട്ടാനുള്ള ചാൻസ്,
IAS കിട്ടാനുള്ള ചാൻസ്, അത്തരം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കിട്ടാനുള്ള ചാൻസ് എന്താണ്? അതിനൊരു ഇവാലുവേഷൻ 1 to 10 പറയും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടാനുള്ള ചാൻസ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു 60%. അപ്പൊ 6. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? അടുത്തത് ജോബാണ് നോക്കുന്നുള്ള ഇത് വരുന്ന സിറ്റുവേഷൻ. ഇപ്പം അച്ഛന് ഇപ്പൊ 2-3 വർഷമേ ഗൾഫിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഏറ്റവും നല്ല ജോബ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഗ്രാജുവേറ്റിന് ഇന്ത്യയിൽ കിട്ടാവുന്നത്? അതില്ല. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ കിട്ടാവുന്ന ഗവൺമെന്റ് ജോലികളിൽ ഏറ്റവും വലിയ ജോലി എന്താണ്? ഞാൻ വിചാരിക്കുന്നത് ടീച്ചിങ്. ടീച്ചിങ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ കിട്ടൂലല്ലോ, BEd ചെയ്യണ്ടേ? സ്കൂളിലാണെങ്കിൽ BEd ചെയ്യണം, കോളേജിലാണെങ്കിൽ +1 +2 ആണെങ്കിൽ BEdും പോസ്റ്റ് ഗ്രാജുവേഷനും വേണം, യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ PhD വേണം. ഇപ്പൊ ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലി എന്താണ്? ഇൻഡസ്ട്രിയൽ കമ്പനികളിലൊക്കെ ലാബ് ഓറിയന്റഡ് ആയിട്ടുള്ള ലാബ് അസിസ്റ്റന്റ് ആയിട്ട് കിട്ടും. അത് ഇൻഡസ്ട്രിയിലൊന്നും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം കെമിക്കൽ എഞ്ചിനീയറിംഗ് BTech കഴിഞ്ഞവർക്കും ഇന്റേൺഷിപ്പുകളൊക്കെ അങ്ങനത്തെ സ്ഥലത്താണ് കൊടുക്കുക. അവർ കുറെ കൂടി പ്രാക്ടിക്കൽ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആണ് ടെക്നോളജി ചെയ്യുന്നത്. BTech BSc ഒരിക്കലും BTechന് ഇക്വലന്റ് ആവില്ലല്ലോ. അപ്പൊ ഇസ്രോയിലൊക്കെ കെമിക്കൽ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വളരെ മിനിമം ആയിട്ട് കുറച്ച് പേരെ പോളിമർ സയൻസിലും ഒക്കെ പണ്ടെടുക്കുന്ന പോലെയല്ല, ഇപ്പൊ കുറച്ചും കൂടി കുറവാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി വളരെ മിനിമം ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഏറ്റവും വലിയ ജോലി ഇതൊക്കെ ഏറ്റവും താണ ജോലിയാണ്. ഇവരൊക്കെ ഗസറ്റഡ് ഓഫീസർ ആവണമെങ്കിൽ 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലമൊക്കെ കഴിഞ്ഞാലാണ് ഗസ്റ്റ് ജോലി എത്തുക ഗവൺമെന്റ് ജോലിയിൽ. പ്രൈവറ്റിലാണെങ്കിൽ ശമ്പളം വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും നല്ല ജോലി എന്താന്ന് ചോദിക്കണം. നിങ്ങളുടെ ഒന്നും കോളേജിൽ ഒരു ഇത്തരം ഡിസ്കഷൻസോ ഗൈഡൻസോ ഒന്നും തന്നിട്ടേ ഇല്ല ആരും ഇതുവരെ? കോളേജില് ഫസ്റ്റ് ഇയർ ആ ഒരു സമയത്ത് കെമിസ്ട്രീന്റെ ഫസ്റ്റ് ഇയർ അല്ല ഞാൻ ചോദിക്കുന്നത്, ജോബ് ആഫ്റ്റർ ദിസ് വാട്ട് ക്യാൻ ബി ഡൺ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും ക്ലാസ്സസ്. അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പതാണ്. പണ്ട് വാക്ക് വിത്ത് എ സ്കോളർ എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് പോട്ടെ, എന്തൊക്കെയാണ് ഗവൺമെന്റ് ഏറ്റവും നല്ല ഗവൺമെന്റ് പബ്ലിക് സെക്ടറിൽ എത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ജോലി? UPSC ആണ്. എന്താ UPSC? യൂണിയൻ പബ്ലിക് സർവീസ്. C എന്താണ് അവസാനം? അറിയില്ല. കമ്മീഷൻ. അവരാണ് IAS IFS IPS ഒക്കെ ആയിട്ടുള്ള എക്സാം ഒക്കെ എഴുതിപ്പിക്കുന്നത്. പിന്നെ SSC ഉണ്ട്, RRB ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, LIC ഉണ്ട്. പിന്നെ സയന്റിഫിക് ഓഫീസറായിട്ട് അസിസ്റ്റന്റുമാരായിട്ട് പോകാൻ പറ്റുന്നതാണ് DRDOയിലും ഇസ്രോയിലും ബാർക്കിലും ONGCയിലും ഒക്കെ ഉള്ളത്. പിന്നെ ഫുഡ് ആൻഡ് ഡ്രഗ് അനാലിസിസുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ എക്സ്ട്രാ കോഴ്സ് ഒക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. പക്ഷെ ഇതിന് നമ്മൾ ആദ്യം ഒന്ന് തീരുമാനിച്ചിട്ട് അതിലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. മനസ്സിലായോ? ഇപ്പം ബാർക്കിലാണെന്ന് വിചാരിക്കാം, അവരുടെ സ്പെഷ്യലൈസേഷൻ എന്താണ്? വെറും BSc അല്ല. അവിടെ പോകണമെങ്കിൽ അവരുടെ അഡ്വർടൈസ്മെന്റ് പഴയത് നോക്കുക, അവരുടെ ജോലി എന്താന്ന് നോക്കുക, അതിൽ പറ്റുന്ന എന്തൊക്കെ കോഴ്സുകൾ എനിക്ക് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ കോഴ്സ്. അടുത്ത വീട്ടിലോ അടുത്ത തറവാട്ടിലോ അടുത്ത ഷോപ്പിലോ അല്ല, റോഡ് സൈഡിൽ കാണുന്നിടത്തല്ല, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ അത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ തപ്പി കണ്ടുപിടിച്ച് ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി UPSC ആണെങ്കിൽ ഡോക്ടർ TPS UPSC നോക്കിയോ? നോക്കുക. അതിനുള്ള പ്രിപ്പറേഷന്റെ കുറെ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല പോലെ പഠിക്കുന്ന ഒരാളാണ്, കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ ഈ സമയത്താണ് ഒരു തീരുമാനം എടുത്ത് തുടങ്ങേണ്ടത്. ഇപ്പൊ ജനറൽ നോളജോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനോ ഒന്നും ആ ലെവലിൽ ഇല്ലെങ്കിലും 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് തുടങ്ങുക.
ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്താലും PhD ചെയ്താലും ഒക്കെ പിന്നെയും ജോലിക്ക് തപ്പണ്ടേ. ഇപ്പം കോട്ടയത്ത് ഒരു പ്രാവശ്യം പോയ സമയത്ത് ഫിസിക്സിൽ PhD കഴിഞ്ഞ ആളാണ്, 3 കൊല്ലമായി ജോലിയൊന്നുമില്ല. ഇന്ത്യൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സിൽ PhD കഴിഞ്ഞതാണ്, 6-7 പബ്ലിക്കേഷൻ ഉണ്ട്. ഇന്ത്യയിലൊന്നും കിട്ടാണ്ട് പിന്നെ റഷ്യൻ്റെ ഭാഗത്ത് എവിടെയോ പോയിട്ട് ജോലി ചെയ്യും മാഷായിട്ട്. അപ്പൊ ഇപ്പൊ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ജോലി കിട്ടും മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhD കഴിഞ്ഞാൽ. പക്ഷെ അവിടെ ഒന്നും സ്റ്റെബിലിറ്റി ഇല്ല. കെമിസ്ട്രിക്ക് വളരെ കുറവാണ് ചാൻസ്. കാരണം BSc കെമിസ്ട്രിക്ക് ചേരുന്നവരുടെ കുറവ്. പിന്നെ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പ്രൈവറ്റ് ആയിട്ട് നിങ്ങളുടെ കോളേജിൽ തന്നെ പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിക്കാൻ വരുന്ന മാഷന്മാർക്ക് ദിവസക്കൂലി പോലല്ലേ കൊടുക്കണേ? കോൺട്രാക്ട് ബേസിസിലല്ലേ ടീച്ചേഴ്സ് വർക്ക് ചെയ്യണേ അല്ലേ? അവർക്ക് എത്ര കിട്ടുക? വളരെ മിനിമം തുച്ഛമായ ശമ്പളം കിട്ടുള്ളൂ. പക്ഷെ പ്രിപ്പയർ ചെയ്യണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ബാങ്കിൽ ജോലി കിട്ടിയാൽ 40,000-50,000 റുപ്യ ശമ്പളം കിട്ടും. ടീച്ചറായിട്ട് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhD കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ പോകുമ്പോൾ 15,000-20,000 റുപ്യ കൊടുക്കുമായിരുന്നു. പക്ഷെ നല്ല ബ്രില്യൻ്റ് ആണെന്ന് വിചാരിക്കുക. നല്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് PhD എടുക്കുന്നത്. അതേസമയത്ത് കുറേ പേറ്റന്റ് വർക്ക് കൊടുക്കാൻ പറ്റുന്ന വർക്കൊക്കെ ചെയ്തു. കെമിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പിന്നെ സംഭവങ്ങളൊക്കെയാണ് ചെയ്തതെന്ന് വിചാരിക്കുക. ആള് പൊക്കിക്കൊണ്ടുപോകും. ദേ വിൽ ഗിവ് യു ലാക്സ് ഓഫ് റുപ്പീസ് സാലറി. ഇന്ത്യയിൽ തന്നെ കിട്ടും. അവർക്ക് പാരലായിട്ട് പഠിപ്പിക്കുകയും ചെയ്യാം. കാരണം ഇൻഡസ്ട്രിയിലുള്ളവരാണ് എബ്രോഡിലൊക്കെ പഠിപ്പിക്കുക. ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ അത്തരം ആൾക്കാരെയൊക്കെയാണ് ചിലപ്പം ഹയർ സാലറി കൊടുക്കുക. അതല്ലാത്ത ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ല വെറുതെ. കാരണം ഇപ്പോഴുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ 2-3 തരത്തിലാണ്. ഒന്ന് ടീച്ചിങ് ഫാക്കൽറ്റി, ഒന്ന് റിസർച്ച് ഫാക്കൽറ്റി. റിസർച്ച് ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സ്റ്റാൻഡേർഡിൽ റിസർച്ച് ചെയ്യണം. ആ സ്റ്റാൻഡേർഡിൽ റിസർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ IIT-ലോ IAS-ലോ ഒക്കെ പോയാലേ ആ സ്റ്റാൻഡേർഡ് കിട്ടുള്ളൂ. ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും കോളേജിനെ അല്ലെങ്കിൽ പിന്നെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും BSc കെമിസ്ട്രി കഴിഞ്ഞ് MSc കെമിസ്ട്രി കഴിഞ്ഞ് PhD അവിടെ തന്നെ കിട്ടി, അവിടെ തന്നെ ഗൈഡായി പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവരുടെ കീഴിൽ ചെയ്യുന്ന സ്റ്റുഡൻസിനൊന്നും വലിയ വാല്യൂ ഇല്ല. 10 പേര് PhD ചെയ്യുന്നുണ്ടെങ്കിൽ 10 പേർക്കും ജോലി കൊടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. മനസ്സിലായോ? ഇപ്പൊ നമ്പർ ഓഫ് കോഴ്സസ് തുടങ്ങുന്നില്ലല്ലോ കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് അല്ലേ? അപ്പൊ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ ബ്രാഞ്ച് എടുക്കുമ്പോൾ BSc കഴിഞ്ഞു ഇനി MScക്ക് പോവാം, അങ്ങനെ ഒരു തീരുമാനം ആവരുത്. വളരെ തറവായിട്ട് ചിന്തിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്താന്നാ പറഞ്ഞത് ഞാൻ. MScക്ക് പോകണമെങ്കിൽ ഇപ്പം എന്റെ ടോട്ടൽ മാർക്ക് വന്ന സമയത്ത് എനിക്ക് 79.73 ഉള്ളൂ. അപ്പം ഗവൺമെന്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റഡ് ആയ സീറ്റ് കണ്ണൂരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളൂ PGക്ക് വേണ്ടിയിട്ട്. അപ്പൊ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനായിട്ട് എമൗണ്ട് വേണ്ടി വരുമല്ലോ. ഞാൻ ഇതൊന്നും അല്ല ചോദിച്ചത്. ഞാൻ മാർക്കോ എമൗണ്ടോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ചാൻസിനെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. അവനവൻ തീരുമാനിക്കുക വേണോ വേണ്ടയോ. ഇപ്പം അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് MScക്ക് അഡ്മിഷൻ കിട്ടാൻ 80% 90% ഉണ്ടെങ്കിൽ ഗ്യാരണ്ടീഡ്. MSc കഴിഞ്ഞാൽ PhDക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗേറ്റ് പാസ്സായാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നെറ്റ് പാസ്സായാലേ കിട്ടുള്ളൂ. നെറ്റ് എക്സാമിനേഷൻ, CSIR പാസ്സാവണം, UGC പാസ്സാവണം. ഇതിനൊക്കെ പിന്നെയും പ്രിപ്പയർ ചെയ്യണ്ടേ? അത് കഴിഞ്ഞാലും ജോലി ഗ്യാരണ്ടീഡ് അല്ലല്ലോ. ഞാൻ പറയുന്ന കണ്ടന്റ് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആദ്യം തീരുമാനിക്കേണ്ടത് ഇനിയും പഠിക്കാൻ ശ്രമിച്ച് മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ വിടുക. ആ ഒരു പാത്തിലേക്ക് പോണോ, അതോ വളരെ കഠിനമായി പ്രയത്നിച്ചിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് തപ്പണമെന്നാണ് ആലോചിക്കേണ്ടത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഈ കുട്ടികളൊക്കെ പാസ്സായി കഴിഞ്ഞാൽ അത് BA ഇംഗ്ലീഷ് പാസ്സായാലും ഉടനെ മാസ്റ്റേഴ്സിന് പോകണം. അതല്ലെങ്കിൽ പാരലൽ കോളേജിലെങ്കിലും മാസ്റ്റേഴ്സ് MA ഇംഗ്ലീഷ് പാസ്സാവും. എന്നിട്ടും അവനൊരു വിവരം ഉണ്ടാവില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ BSc തുടങ്ങുമ്പോഴേ എവിടെയെങ്കിലും ജോലി തുടങ്ങും, കാശ് ഉണ്ടാക്കാൻ തുടങ്ങും. ആര്യാകൃഷ്ണന്റെ ഈ പ്രായത്തിലൊക്കെ BSc കഴിയുമ്പോഴത്തേക്കും ക്ലാസ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ആരോടും ചോദിക്കാൻ നിന്നിട്ടില്ല. ഞാൻ അടുത്ത കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ പഠിപ്പിച്ചത് ഇംഗ്ലീഷാണ്.
മാത്തമാറ്റിക്സ് ആണ്, സംസ്കൃതമാണ്. 3 വിഷയം ക്ലാസ് എടുക്കും പാരലലി. എന്നിട്ട് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കാശ് മേടിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പം എന്താ വെച്ചാൽ BSc കഴിഞ്ഞു, ഇനി MSc കയറുക. അപ്പോൾ 2 കൊല്ലത്തേക്ക് പ്രശ്നമൊന്നുമില്ല, എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്തായി, ഒരു ജോലിയും കിട്ടില്ല, പിന്നെ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് കോച്ചിങ്ങിന് പോകും. ആ ബാങ്ക് കോച്ചിങ്ങിന് പഠിപ്പിക്കുന്ന ആളോ ഇതുവരെ ഒരു ജോലിയും കിട്ടാത്ത ഒരാൾ, ബാങ്കിന്റെ പടി പോലും കയറിയിട്ടുണ്ടാവില്ല, അയാൾക്ക് ഒരു ജോലിയും കിട്ടില്ല, അതുകൊണ്ട് കോച്ചിങ് സെന്റർ തുടങ്ങി. അങ്ങനെ ആവരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കാം ഏത് പാത്താണ് ഞാൻ പോകുന്നത്. ഈ പറഞ്ഞ പാത്തുകളിലൊക്കെ ഉള്ള അഡ്വർടൈസ്മെന്റ്സ് നോക്കുക, അതിനുള്ള ക്വാളിഫിക്കേഷൻ നോക്കുക, അതിനെന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അത് പഠിക്കാൻ പറ്റുമോ, മനക്കെടാൻ തയ്യാറാണോ. 24 മണിക്കൂറുണ്ടല്ലോ, 8 മണിക്കൂർ കിടന്നുറങ്ങി 2 മണിക്കൂർ പേഴ്സണൽ ആവശ്യത്തിന് കൂടി ചെലവഴിച്ചാലും പിന്നെ 14 മണിക്കൂറില്ലേ. ആ 14 മണിക്കൂർ എന്ത് ചെയ്യുന്നു എല്ലാ ദിവസവും എന്നാണ് ചോദ്യം. അത് ഒരു കൊല്ലം മനക്കെട്ട് തീരുമാനിച്ചാൽ എത്താൻ പറ്റുന്ന എത്രയോ വലിയ നിലകളുണ്ടെന്നറിയോ. അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം. അത് പകുതി മനസ്സോട് പോരാ. ഈ പറഞ്ഞ സ്കെയിലിൽ 1 to 10 6 നിൽക്കുമ്പോൾ മാസ്റ്റേഴ്സിന് പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ആരെങ്കിലും നിർബന്ധിച്ച് പഠിപ്പിച്ചോളൂല്ലോ. പിന്നെ ഇടക്കിടക്ക് പരീക്ഷയുണ്ട്. പക്ഷെ ബാക്കി അവനവന്റെ പ്രയത്നത്തോടു കൂടി പോകുമ്പോൾ 0 to 10 10 എത്തിയാലേ അതിന് പോവാകും. വേറെ ഒരു ഡൈവേർഷനും ഇല്ലാതെ പഠിക്കാൻ തയ്യാറാണ്. അത് ആലോചിക്കുക, തീരുമാനിക്കുക. ഇനി MScക്കാണ് പോണുണ്ട്, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. കോളേജുകളിലൊക്കെ MSc സീറ്റൊക്കെ വേക്കൻ്റ് ആണ് പല സ്ഥലത്തും. ഇപ്പൊ കേരളത്തിൽ ചിലപ്പം വീട്ടിന് തൊട്ടടുത്തുണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും 40% സീറ്റ് വേക്കൻ്റ് ആണ്, ആളില്ല ചേരാൻ. പക്ഷെ നാഷണൽ സെന്ററുകളിലൊക്കെ IITയിലും IIScയിലൊക്കെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. കേരളത്തിൽ ഗവൺമെന്റ് കോളേജിലും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പ്രൈവറ്റിലാണെങ്കിൽ കാശ് കൊടുക്കണം അല്ലേ, കാശ് കൊടുത്തിട്ട് ചേരും. ആരാ ചേരുക? അത് കഴിഞ്ഞിട്ട് മാഷിന്റെ പണി പ്രൈവറ്റിൽ കിട്ടണമെങ്കിൽ പിന്നെയും കാശ് കൊടുക്കണ്ടേ, വേണ്ടേ? പറ. അപ്പൊ ആലോചിക്കുക, മനക്കെടാൻ തയ്യാറാണോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ ബാങ്കിങ്ങിന് ഒരു ഓപ്ഷൻ ആയിട്ട് ഏച്ചിനോടൊക്കെ അന്വേഷിച്ചപ്പോ PGക്ക് ഇപ്പൊ താല്പര്യമില്ലെങ്കിൽ ബാങ്കിങ് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ബാങ്കിങ്ങില് മാത്സ് ആണ് കൂടുതലായിട്ടും വരുന്നത്, സീരീസ് അങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ മാത്സ് അത്ര ഒരു വശപ്പെടുന്ന പോലെ തോന്നിയിട്ടില്ല. അല്ല, ഈ ആരെങ്കിലും പറയുന്ന കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ അവൈലബിൾ ആണ്. ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. ബാങ്ക് ടെസ്റ്റുകളുടെ ഗൈഡ് അവൈലബിൾ ആണ്. ഓക്കെ, അതിലുള്ള മാത്തമാറ്റിക്സ് വന്നാൽ 10ാം ക്ലാസ് മാത്തമാറ്റിക്സ് ആയിരിക്കും. കാരണം ഇംഗ്ലീഷ് പഠിച്ചാലും എഴുതാൻ പോവും, ബിടെക് കഴിഞ്ഞാലും എഴുതാൻ പോവും, MSc മാത്തമാറ്റിക്സുകാരും പോവും, MBAക്കാരും പോവും, എല്ലാവരും എഴുതും. ഇതേ ടെസ്റ്റ് ബാങ്കിൽ മാത്രമല്ല ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും വേണം. നാളെ MSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് നെറ്റ് എക്സാമിനേഷൻ വരുമ്പോൾ പേപ്പർ 1 ഒന്ന് വായിച്ചു നോക്കുക. UGC നെറ്റ് എക്സാമിനേഷൻ പേപ്പർ 1, അതിലും മാത്സ് ഉണ്ട്. ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഡാറ്റ അനാലിസിസ്, കോംപ്രഹെൻഷൻ, ഇതൊക്കെ അത്യാവശ്യമായിട്ട് എല്ലാത്തിലും ഉണ്ട്. അത് ബാങ്ക് ടെസ്റ്റിലുണ്ട്, ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിലും. നാളെ MBAക്ക് അഡ്മിഷൻ വേണമെങ്കിലും CAT, GMAT, GRE എല്ലാ എക്സാമിനേഷനും, UGC നെറ്റ് എക്സാമിനേഷൻ, ബാങ്ക് ടെസ്റ്റ്, UPSC എല്ലാത്തിനും ഒരേപോലെ. അത് 10ാം ക്ലാസ് വരെയുള്ള വിവരമുള്ള ഒരാൾ 12ാം ക്ലാസ് വരെയുള്ള വിവരമുള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഇപ്പം അറിയോ ഇല്ലയോ എന്നുള്ളതല്ല, കാരണം 10ാം ക്ലാസ് വിട്ടിട്ട് ഇപ്പം കുറെ കൊല്ലമായില്ല, 7 കൊല്ലമായി, 5 കൊല്ലമായി, എവിടെയാ ഓർമ്മയുണ്ടാവണമെന്നില്ല. പക്ഷെ ഇരുന്ന് മനക്കെടാൻ തയ്യാറാണോ എന്നുള്ളതാണ്. അങ്ങനെയാണ് കോച്ചിങ് സെന്ററിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ബുക്ക് എടുക്കുക, വായിക്കുക, പഠിക്കുക, മനക്കെട്ട് ചെയ്യുക. കാരണം ഈ കോച്ചിങ് സെന്ററിൽ പഠിപ്പിക്കുന്ന ആൾ ഇതൊക്കെ തോറ്റതുകൊണ്ട് അവിടെ പഠിപ്പിക്കാൻ നിൽക്കുന്നു. അയാൾക്കും ബാങ്കിൽ ജോലി കിട്ടി പഠിപ്പിക്കാൻ വരുമോ?
റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടൊന്നുമല്ല അവർ വരുന്നത്, ചെറുപ്പക്കാരനല്ലേ പഠിപ്പിക്കണം. പിന്നെ ബാങ്കിൽ ഇപ്പൊ കാണുന്ന മിക്കവാറും ഇപ്പൊ ഇവിടെയുള്ള ബാങ്കിലൊക്കെ ഓഫീസേഴ്സിന്റെ ട്രെയിനിങ്ങിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. അതിൽ മിക്കവാറും ആൾക്കാർ ബിടെക്കാരാണ്. അതിൽ കേരളത്തിൽ നിന്ന് 1-2 പേരേ ഉള്ളൂ, തമിഴ്നാട് നിന്ന് 15 പേരുണ്ടാവും. കഴിഞ്ഞൊരു ബാച്ചിൽ അങ്ങനെയായിരുന്നു. ഒറീസയിൽ നിന്ന് 40 പേരുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നുണ്ട് 30-40 പേര്. 400 പേരുള്ള ഗ്രൂപ്പിനാണ് ക്ലാസ് എടുത്തത്. കേരളത്തിൽ നിന്ന് 1-2 പേർക്കാണ് കിട്ടുന്നത്. ഇത്രയും ബാങ്ക് കോച്ചിങ് ഉണ്ടായിട്ട് എന്താ കിട്ടാത്തത്? കാരണം ആ പഠിപ്പിക്കുന്നവനും ഈ ട്രിക്കല്ല പഠിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വായിച്ചിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഫാസ്റ്റായിട്ട് ചെയ്യാൻ പഠിക്കണം. ആ ഒരു എബിലിറ്റി ഉണ്ടാവും. അപ്പൊ അത്തരം കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ മനക്കെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം. അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനുണ്ട് ഗൈഡ് ചെയ്യാൻ. അപ്പൊ അതൊന്നും ഭയപ്പെടണ്ട. ഭയപ്പെടേണ്ട കാര്യമില്ല. വേണോ വേണ്ടയോ എന്നുള്ളതിനോ. അതിൽ പിന്നെ ഈ 60% പോരാ, കോൺഫിഡൻസ് 100% തുടങ്ങണം. എനിക്ക് വേണം എന്ന ഉറച്ച തീരുമാനം ഉണ്ടാവണം. അപ്പോഴേ നടക്കുള്ളൂ പണി. അത് ആലോചിക്കുക കൃത്യമായിട്ട്. അപ്ലൈ ചെയ്യുന്നിടത്തൊക്കെ അപ്ലൈ ചെയ്യുക. അപ്ലൈനിപ്പോൾ ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാണുന്നിടത്തൊക്കെ വെറുതെ അപ്ലിക്കേഷൻ മേടിക്കുക, ഓൺലൈനാണ്, ഫില്ലപ്പ് ചെയ്യുക, കുറച്ച് കാശ് കൊടുക്കാനുള്ളതെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക, ജോബിന് അപ്ലൈ ചെയ്യുന്നതൊക്കെ ചെയ്യുക. പക്ഷെ കാശ് കൊടുത്ത് കമ്മിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും സംഭവങ്ങൾക്ക് ചേരുന്നതിന് മുമ്പ് ഒന്നും കൂടി ആലോചിക്കാം. ഇപ്പൊ കയ്യിൽ ഒരു ഓപ്ഷനും ഇല്ലല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ 1ഉം 2ഉം വരുന്ന സമയത്ത് ഇതിൽ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. അതല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ ഉറച്ച തീരുമാനം എന്ന് പറയാം. അതിലെങ്ങനെ ഗൈഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഗൈഡ് ചെയ്യാം. ഇപ്പോ TPSG പറഞ്ഞ പോലെ തന്നെ ഈ ഓപ്ഷൻസ് അല്ല. ഒന്ന് MSc B.Ed ആ ഒരു ഇത്, പിന്നെ അല്ലാതെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ജോബ് നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ബാങ്കിങ്, UPSC, PSC. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലൊന്നും ഇൻഡസ്ട്രി ഇല്ലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് പോവാന്ന് വിചാരിക്കാം. അവർക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടുപിടിച്ച് അതിലുള്ള കുറേ ഓപ്ഷൻസ് നമ്മൾ കണ്ടുപിടിച്ച് ഇന്റർവ്യൂവിനൊക്കെ ശരിക്കും പ്രിപ്പയർ ചെയ്യണം. ഇന്റർവ്യൂവിന് എങ്ങനെ സക്സസ്ഫുൾ ആവുക? ഇപ്പം നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവരെന്താ ചോദിക്കാന്ന് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റണം. അവർ ചോദിക്കുന്ന 10 ചോദ്യങ്ങളും പഠിച്ചു പോയാൽ കൃത്യമായിട്ട് 10 ചോദ്യം പറയാൻ പറ്റും. അവർ നിങ്ങളെ സെലക്ട് ചെയ്യും. കുറേ BScക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഇയാൾക്ക് എന്താണ് സ്പെഷ്യലായിട്ടുള്ളത് കഴിവ്, ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ എന്തൊക്കെ ഇയാൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അപ്പോഴല്ലേ അവിടെ പോകുള്ളൂ. അങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇപ്പം നമ്മളൊക്കെ ഇപ്പം BSc കെമിസ്ട്രിക്കാർ അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ ITI പിന്നെ പാസ്സായിട്ടുള്ള ഒരാൾ ഞാൻ എടുത്തിട്ടുണ്ട് കെമിക്കൽ ലാബിൽ. ഞാൻ ഫോട്ടോ ലാബിൻ്റെ ഹെഡായ സമയത്ത്. കാരണം അവന് കാര്യം അറിയാൻ കൃത്യമായിട്ട് എന്തൊക്കെ എക്യുപ്മെന്റ്സ് നമ്മുടെ കയ്യിലുള്ളത് വരെ പഠിച്ചിട്ടാവും വന്നിരിക്കണം. നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഏത് സ്ഥലത്താണോ പോണത് അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ എന്തൊക്കെ എബിലിറ്റി ഉണ്ടായാലാണ് അതിനെ പെർഫോം ചെയ്യാൻ പറ്റുക, ഇതൊക്കെ പഠിച്ചിട്ടാണ് പിള്ളേർ പോവുക. അപ്പം നല്ലോണം മെനക്കെടാനുണ്ട്. അത്ര എളുപ്പമല്ല. അത് ഓരോ സ്ഥലത്തും അപ്ലൈ ചെയ്യുമ്പം അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോകണം. മെനക്കെട്ട പണിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സെലക്ട് ദ പാത്ത്. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ. പിന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പോവാം. MSc കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഫുഡ് സയൻസ് പോവാം, ടോക്സിക്കോളജിക്ക് പോവാം, പിന്നെ എന്തിനാ പോവാം, പോളിമർ സയൻസിലേക്ക് പോവാം, ബയോടെക്നോളജിയിലേക്ക് പോവാം, ഫാർമക്കോളജിയിലേക്ക് പോവാം, ബയോകെമിസ്ട്രിയിലേക്ക് പോവാം, ഫുഡ് ആൻഡ് ഡ്രഗ് അനാലിസിസിലേക്ക് പോവാം, എൻവിറോൺമെന്റ് സയൻസിലേക്ക് പോവാം, നാനോ ടെക്നോളജിക്ക് പോവാം. പല ഡിഫറെന്റ് മാസ്റ്റേഴ്സും ഉണ്ട്. ഇതിലൊക്കെ പോവാം. പക്ഷെ അതിൽ പോകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആവും. അത് ഏത് ജോലിക്കാണ് പറ്റുക എന്നുള്ള ഇപ്പൊ കുറെ കെമിസ്ട്രി ആകുമ്പോൾ ഇത്രയും ഓപ്പൺ ആണെങ്കിൽ ഒരു സ്പെഷ്യലൈസേഷനിൽ പോകുമ്പോൾ നാരോ ഫീൽഡിലേക്കാണ് പോവാം. അതല്ലെങ്കിൽ ജർമ്മനിയിൽ പോവാം, പഠനം ഫ്രീ ആണ്. അവിടെ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഏതൊക്കെ കോഴ്സുകളുണ്ട്, എന്തൊക്കെയാണ് സ്പെഷ്യലൈസേഷൻ ഉള്ളത്, ഗൂഗിളല്ലേ കയ്യിലിരിക്കണേ. പടാപടാന്ന് അടിക്കുക, കണ്ടുപിടിക്കുക, ഇരുന്ന് വർക്ക് ചെയ്യുക, എന്നിട്ട് തീരുമാനിക്കുക ഇതാണോ വേണ്ടത്.
പക്ഷെ ഇപ്പോഴുള്ള ഓപ്ഷൻസിലൊക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ വേറെ ഓപ്ഷൻസ് പറഞ്ഞത് ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്തതാണ് ആ പറഞ്ഞ ഓപ്ഷനിൽ. ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തു എന്ന് മാത്രം. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്തു എന്ന് മാത്രം. പിന്നെ അല്ല, പിന്നെ എന്തൊക്കെയാ ഓപ്ഷൻസ് പറഞ്ഞത്? ഇൻഡസ്ട്രി പറഞ്ഞു, ഹയർ സ്റ്റഡീസ് പറഞ്ഞു, ടീച്ചിങ് പറഞ്ഞു, പിന്നെ പഠിക്കുക, അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക, സിലബസ് നോക്കുക, എനിക്ക് പറ്റുന്നതാണോ എന്ന് തീരുമാനിക്കുക. ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ എന്താ ചെയ്യണേ മോളുടെ? അതെ, ആ ഭാഗത്തുള്ളവർ എന്താ ചെയ്യണേ? അവരിപ്പം എല്ലാരും നമ്മള് കുറച്ചു ദിവസം മുന്നേ കണ്ടപ്പോ സംസാരിച്ചിരുന്നു. അപ്പൊ ഒരാളിപ്പം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ട് വീട്ടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ജോബിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഇതേപോലെ കൺഫ്യൂഷനിലാണ്. ചിലവര് എനിക്കറിയാം, കണ്ണൂര് കൃഷ്ണമേനോനിൽ പഠിച്ചിട്ടുള്ള BSc കഴിഞ്ഞ ഉടനെ മാസ്റ്റേഴ്സിന് മംഗലാപുരം പോയി. മംഗലാപുരത്തേക്ക് ഇഷ്ടം പോലെ കോഴ്സ് കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ. എൻ്റെ നാട്ടിലുള്ള കുട്ടിയാണ്. കുറേ കാശ് മുടക്കി മംഗലാപുരം പോയി ഹോസ്റ്റലിൽ താമസിച്ച് ഇതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് വല്ല ജോലിയും കിട്ടിയോ? ഇല്ല. എന്നിട്ട് എന്ത് ചെയ്തു? എബ്രോഡ് പോയി. ലണ്ടനിൽ പിന്നെ ഒരു മാസ്റ്റേഴ്സിനും കൂടി പോയി. അപ്പോൾ ഉള്ള സ്ഥലമൊക്കെ വിറ്റിട്ട് 20 ലക്ഷം റുപ്യ 30 ലക്ഷം റുപ്യ കണ്ടൊരു സ്ഥലത്ത് പോയി ചേർന്നു. ആ യൂണിവേഴ്സിറ്റിയോ? ഈ 30 ലക്ഷത്തിനൊക്കെ ലണ്ടനിൽ പോയിട്ട് പഠിക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ വില എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇപ്പൊ 2 കൊല്ലം മാസ്റ്റേഴ്സ് അവിടെയും കഴിഞ്ഞു. എന്നിട്ട് എന്താ ജോലി കിട്ടുക? ഒരു ജോലിയും കിട്ടില്ല, തിരിച്ചു വരേണ്ടി വരും. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആലോചിച്ച് മെനക്കെട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് വേസ്റ്റ് ആവും, ടൈം വേസ്റ്റ് ആവും. അപ്പൊ കുറച്ചും കൂടി ആലോചിക്കാം. ചേച്ചിയോടും കൂടി ഡിസ്കസ് ചെയ്യും. വേറെ ആരൊക്കെയുള്ളത് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ? അച്ഛൻ ജനറൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുമല്ലോ. കൃത്യമായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്തിട്ട് അച്ഛനോട് ഒരു തീരുമാനം എടുത്തിട്ട് പറയാൻ പറ. അച്ഛൻ എന്നെ അറിയാലോ. അച്ഛൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛന് ഇനി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്രത്തോളം നിൽക്കുന്ന അറിയില്ല. ജോബ് അവിടെ നിന്ന് പോരേണ്ട അവസ്ഥ 2 വർഷം ആകുമ്പോൾ ഉണ്ടാവും എന്ന ഏജിന്റെ വരുന്നോണ്ട്. അപ്പം എന്റെ മുന്നോട്ടുള്ള പഠിപ്പ് പിന്നെ പ്രശ്നമാവുമല്ലോ. ഇപ്പൊ PGക്കാണെങ്കിൽ എന്തായാലും ഗവൺമെന്റ് കിട്ടിയാലും ഒരു എമൗണ്ട് നമ്മള് അടക്കണമല്ലോ. അപ്പം അപ്പൊ അച്ഛൻ പറഞ്ഞ ജോബ് എന്തെങ്കിലും കിട്ടുന്നത് വേഗം കേറിയിട്ട് സ്വന്തം കാര്യം നോക്കാന്നുള്ള ഇതെങ്കിലും എത്തിയിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. നോക്കാം, ഞാൻ കുറച്ച് അസൈൻമെന്റ്സ് ഒക്കെ തരാൻ ഇടയിൽ. എന്നിട്ട് നോക്കട്ടെ എത്രത്തോളം പഠിക്കാനുള്ള കഴിവുണ്ടെന്ന്. ഓക്കെ. പിന്നെ ഭഗവത്ഗീത പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വിഷമമൊക്കെ വരും, പെട്ടെന്ന് സങ്കടം വരും, എല്ലാം പെട്ടെന്ന്. അപ്പൊ പറഞ്ഞ് ഇത് സ്റ്റെബിലിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ വേണമെങ്കിൽ ഭഗവത്ഗീത പഠിക്കണം. അപ്പൊ ചേച്ചിയും പറഞ്ഞു, ഡോക്ടർ TPSന്റെ ഭഗവത്ഗീത യൂട്യൂബിലുണ്ട്. അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അതുണ്ട്, ഇഷ്ടം പോലെ ടിഡ്ബിറ്റ്സ് ഓഫ് ഭഗവത്ഗീത ഉണ്ട്. അതിനൊന്നും അധികം സമയം കളയരുത്, 1 മണിക്കൂർ. ഈ ഭഗവത്ഗീത ഫുൾ അറിയുന്ന ഒരാളും വളരെ ഇമോഷണൽ ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ പേരെ ഞാൻ കാണിച്ചു തരാം. അത് ബൈഹാർട്ട് പഠിച്ചുകൊണ്ടോ അതിന്റെ അർത്ഥം പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്തണമെങ്കിൽ വേറെ ലെവലിൽ പോകണം. അത് വെറുതെ കേട്ടത് കൊണ്ടോ കുറെ ശ്ലോകം പഠിച്ചത് കൊണ്ടോ അല്ല, അതിന്റെ കാതൽ മനസ്സിലാക്കണം, കുറച്ച് സമയം വേണം. ഓക്കെ, അത് പഠിക്കാം, ഇഷ്ടംപോലെ ഉണ്ട്. ടിഡ്ബിറ്റ്സ് ഓഫ് ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ ഇപ്പൊ പഠിപ്പിച്ചിട്ടുള്ള ഭഗവത്ഗീത മലയാളത്തിൽ നിന്നുള്ള ഡോക്ടർ TPS ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിയാൽ അതിനകത്തുണ്ടാവും. യൂട്യൂബിൽ പോവാ, പ്ലേലിസ്റ്റ് നോക്കുക, ബാക്കി അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, ഒരു അസൈൻമെന്റ് തരാം. അസൈൻമെന്റ് ഏത് കാര്യത്തിനും ഒരു പർപ്പസ് ഉണ്ടാവണം. ഇപ്പം ഏതിനാ ഇപ്പൊ പഠിക്കുന്നത്, ഏതാണോ പഠിക്കുന്നത്, അത് മാസ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കുന്നത് ഇന്ന ആവശ്യത്തിനാണ്. അത് കഴിഞ്ഞാൽ ഞാൻ ഇന്നതൊക്കെയാണ് ആവാൻ പോകുന്നത്. അതിന് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്നാ പറയാം, SOP.
സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. അപ്പൊ ഇതിപ്പോ 2025 മെയ് 23 ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ എവിടെ എത്തും ആര്യാകൃഷ്ണ? 20 കൊല്ലം കഴിയുമ്പോൾ എവിടെ എത്തണം എന്നാണ് ആഗ്രഹം? അവിടെ എത്തണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടത്? ഏത് വഴിയിൽ പോകണം? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്നതാണ് എൻ്റെ ഫാമിലി പൊസിഷൻസും ഒക്കെ. എൻ്റെ കമ്മിറ്റ്മെന്റ് ഇന്നതാണ്, എൻ്റെ കഴിവ് ഇന്നതാണ്, കഴിവുകേട് ഇന്നതാണ്. അതുകൊണ്ട് ഈ വഴിയിൽ പോയാൽ എനിക്ക് എത്താൻ സാധിക്കുമോ ഇല്ലയോ? അത് വ്യത്യസ്തമായ 3-4 കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ട് വ്യത്യസ്തമായിട്ട് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം. അത് എഴുതിയിട്ട് ഫോട്ടോ എടുത്താൽ പോരാ, വാട്സപ്പിൽ ടൈപ്പ് ചെയ്തേക്കണം, അപ്പോഴേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എങ്ങനെ എഴുതണം നോക്കട്ടെ. ഫൈൻ, ശരി. ഇത് പബ്ലിഷ് ചെയ്യാലോ അല്ലേ? ശരി, താങ്ക് യു.